വിജയപ്രതീക്ഷകൾ എത്രമാത്രമുണ്ട്? വിജയപ്രതീക്ഷ 100% വിജയപ്രതീക്ഷയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ആലുവക്കാരെ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിലായാലും അവരുടെ സന്തോഷത്തിലായാലും അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും അവരെ ഞാൻ ചേർത്ത് പിടിക്കും. അങ്ങനെ 3 ഘട്ടത്തിലും അവരെ എൻ്റെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരെന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ 4ാം തവണ മത്സരിക്കുമ്പോഴും കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കപ്പുറം ആലുവയിലെ വോട്ടർമാർ എന്നെ ചേർത്ത് പിടിക്കും, എന്നെ വിജയിപ്പിക്കും, നല്ല ഉറപ്പെനിക്കുണ്ട്. കാരണം ഞാൻ അവരോട് ഞാൻ അങ്ങനെയാണ് നിന്നിട്ടുള്ളൂ. എൻ്റെ സഹോദരന്മാർ ചെറുപ്പക്കാരായാലും ആരോടും എൻ്റെ സമീപനം അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ നല്ല ഉറപ്പുണ്ട്, എനിക്ക് ജയിക്കും, നല്ല വിശ്വാസമുണ്ട്. ഇപ്പം ചെറുപ്പക്കാരികളല്ല, ജെൻസി കുട്ടികളാണ്. പൂക്കി ആയിട്ടുള്ള കുട്ടികൾ സ്കിബിഡിന്നും ബെസ്റ്റിന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിക്കുന്ന പുതിയ ഭാഷാശൈലിയുള്ള, പുതിയ വസ്ത്രരീതിയുള്ള, പുതിയ ചിന്താരീതിയുള്ള യുവാക്കളാണ് ജെൻസി കുട്ടികൾ. അവരെ എങ്ങനെയാണ് കയ്യിലെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവരുടെ ആവശ്യം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അവരുടേതായ ലോകം, ചിലപ്പോൾ ഒരു പക്ഷേ അവരുടേതായ ചിന്താഗതികൾ, അവരുടേതായ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ വേറെ ശരിയാണ്, പറഞ്ഞത് 100% ശരിയാണ്. പല ചിന്താഗതിയും പല രീതിയിലുള്ള പ്രവർത്തനവും പല രീതിയിലുള്ള ശരിയിലുള്ള രീതിയിൽ മുന്നോട്ട് പോക്കൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജനപ്രതി അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചും അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ഇപ്പം കുറേ നാളായല്ല ഈ ഒരു ചിന്താഗതിയും ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ശൈലിയൊക്കെ പുതിയ തലമുറയിലുള്ളത്. അവർ ആ കാലഘട്ടം മാറിയ അനുസരിച്ച് അവരുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രവർത്തനങ്ങൾക്ക് എൻ്റെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ആ പിന്തുണ അവർക്കുണ്ട്.